കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചിത്ര, ഞാനാണ് അവിനാശിനെ കൊന്നെന്ന് നീ കരുതുന്നുണ്ടോ? നിന്റെ മനസ്സിൽ എത്രമാത്രം ദുഃഖമുണ്ടെന്ന് എനിക്കറിയാം. ശത്രുതയുണ്ടായിരുന്നു. അവൻ മരിക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. എന്നാലും ഇങ്ങനെയൊന്നും ഞാൻ... ഇപ്പൊ ACP പറയുവാ ഞാനാണ് അവിനാശിനെ. അല്ലെന്ന് എത്ര പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. മുൻകൂട്ടി എന്തൊക്കെയോ തീരുമാനിച്ച പോലെയാ അവരുടെ പെരുമാറ്റം. ചിത്ര, എനിക്ക് വേറെ ആരും വിശ്വസിക്കണ്ട. നീ വിശ്വസിച്ചാ മതി. ജ്യോതി, ഇതൊന്നും എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആരെങ്കിലും കുറ്റവാളിയാക്കാനോ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ ഒന്നിനും ഞാനില്ല. ഏട്ടന്റെ വിധി ഏട്ടൻ സ്വയം തീരുമാനിച്ചു. അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ ജ്യോതി, ഇപ്പോഴും എനിക്കറിയാത്ത ചിലതുണ്ട്. സൂര്യ ഏട്ടനും തമ്മിലുള്ള ബന്ധം എങ്ങനെ തകർന്ന് മരിച്ചിട്ട് ശവം കാണാൻ പോലും അവളൊന്നും വന്നില്ല. അതിനൊരു കാരണം വേണ്ടേ? അവളെ കൊല്ലാൻ ശ്രമിച്ചവനാ, ഉപേക്ഷിച്ചവനാ. എന്നാലും അവസാനമായിട്ടൊന്ന് കാണാനെങ്കിലും. അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കേണ്ട ചിത്ര. നല്ലതും ചീത്തയുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടി. രാജീവിന്റെ കൊലപാതകം വരെ. അതിന്റെയൊക്കെ തിരിച്ചടിയായി ഇതിനെ കണ്ടാൽ മതി. ഈ കുടുംബത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാ നീ. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല ജ്യോതി. പിന്നെ നിന്നെ പോലീസുകാർ ഉപദ്രവിച്ചായിരുന്നു അല്ലേ? കള്ളം പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം സത്യം. അതൊക്കെ പോട്ടെ, നമുക്ക് സൂര്യ ഒന്ന് പോയി കാണണ്ടേ? ഈ മരണത്തിൽ അവക്ക് വല്ല പങ്കുണ്ടോന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. എന്തൊരു ഗതികേടാ ഇത്. ഒരു അത്യാവശ്യത്തിന് വിളിച്ചാ ഒരെണ്ണത്തിനെ കിട്ടത്തില്ല. ജയപ്രകാശും എടുക്കുന്നില്ലേ? ഇല്ലെന്നേ, എല്ലാവരുടെയും ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ജയപ്രകാശ് എത്തി. മനെ, ഞാൻ എത്ര നേരം എല്ലാരെയും ഫോൺ വിളിക്കുന്നറിയോ? ആരെങ്കിലും ഒന്ന് ഫോൺ എടുക്കണ്ടേ? ആദ്യം പിടിച്ച് മനുഷ്യൻ ചത്തില്ലെന്നേ ഉള്ളൂ. എന്തായി മോനെ, ജാമ്യം കിട്ടിയോ? ജാമ്യം കിട്ടി. ഇപ്പോഴാ സമാധാനമായത്. എന്നിട്ട് അവരെവിടെ പോയി? അമരാവതിയിലെത്തിയോ? അല്ലെങ്കിൽ വേണ്ട, ഞാനൊന്ന് വിളിച്ചു നോക്കാം. അച്ഛൻ ഇനി വിളിക്കണ്ട. എന്തായാലും ജാമ്യം കിട്ടിയല്ലോ. അല്ല, എന്ത് തെളിവാ ACPക്ക് എന്റെ മോൾക്കെതിരെ കിട്ടിയത്? പോലീസിന് തെളിവ് കിട്ടാനാണോ പ്രയാസം? ഇല്ലാത്ത തെളിവ് വേണമെങ്കിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കും. അങ്ങനെ ഉണ്ടാകുന്ന തെളിവുകളും സാക്ഷികളുമാണ് കോടതിയിൽ വരുമ്പോൾ ചീട്ട് കൊട്ടാരം പോലെ പലപ്പോഴും തകർന്നു വീഴുന്നത്. ഇനിയും ആ പോലീസുകാരി ജ്യോതിയുടെ പിന്നാലെ വരുവോ ജയപ്രകാശേ? ചേച്ചിയെ റിമാൻഡ് ചെയ്യാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം.
സമയത്തിന് ചില ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാ ഇന്ന് ജാമ്യം കിട്ടിയത്. പക്ഷേ ഒരു കാര്യത്തില് പോലീസ് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് കാര്യം? ജ്യോതിമോളാണ് അവനെ കൊന്നെന്നാണോ? അല്ല, പിന്നെ പറയാം. അവിനാശിന്റെ മരണം ആഗ്രഹിക്കാത്ത ആരുമില്ല. ആദ്യം മുതൽ അവനുമായി ശത്രുതയുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് സംശയിച്ചു. അവരെ ഓരോരുത്തരെയും പ്രത്യേകം നിരീക്ഷിച്ചു. എന്നിട്ട് IACP ഒരു നിഗമനത്തിലെത്തി. അവിനാശിനെ കൊന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീയോ? എന്താ മോനെ ഈ പറയുന്നത്? അത് ജ്യോതിയാണെന്നാണോ അവര് പറയുന്നത്? ഉറപ്പിച്ച് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് കിട്ടിയ തെളിവുകൾ ഉപയോഗിച്ച് ചേച്ചിയെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത്. ചേച്ചിയെ സംശയത്തിൽ നിർത്തിക്കൊണ്ട് മറ്റാരിലേക്കെങ്കിലും അന്വേഷണം തിരിച്ചുവിടാനും അവർക്ക് കഴിയും. മറ്റാരെങ്കിലും എന്ന് പറഞ്ഞാ എന്താ അവരുദ്ദേശിക്കുന്നത്? ഞാനും അവരുടെ സംശയത്തിൽ വരുമോ? എന്താ സംശയം? അവിനാശിനോട് ശത്രുതയുള്ള മറ്റ് സ്ത്രീകളെന്ന് പറഞ്ഞ അതില് ആന്റിയും പ്രിയയും അമരാവതിയിലുള്ള സ്ത്രീകളും എല്ലാവരും അതിൽ വരും. എന്നുവെച്ചാ ഞങ്ങളെയൊക്കെ പോലീസ് ഏത് നിമിഷം അറസ്റ്റ് ചെയ്യുമെന്നാണോ? അതെ. എന്റെ സംശയം ശരിയാണെങ്കിൽ അടുത്തതായി അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോ പ്രിയയായിരിക്കും. ദൈവമേ! അല്ലെങ്കിൽ അമരാവതിന്ന് ചിത്രയോ താരയോ മായോ ആരും ആവാം. എന്തായാലും ACP അന്ന മേരി ജോൺ ഒന്നുറപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും പേരില് ഒരാൾ തന്നെയാണ് പ്രതിയെന്ന്. അങ്ങനെ സംശയിച്ചുകൊണ്ട് മാത്രം മതിയോ? അത് തെളിയിക്കാനും കൂടെ പറ്റണ്ടേ? കുറ്റവാളിയെന്ന് മുദ്രകുത്തി ഒരാളെ ജയിലിലടച്ച അതോടെ തീർന്നു അയാളുടെ ജീവിതം. നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്നൊക്കെ കോടതിയിൽ തെളിയിച്ചു വരുമ്പോഴേക്കും ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകും. ഒരു സ്ത്രീയാണെന്ന് പോലീസ് ഉറപ്പിച്ച സ്ഥിതിക്ക് അറസ്റ്റ് ഇനിയും ഉണ്ടാവും. ഹലോ ജ്യോതിമാ, നമസ്കാര. സൗഖ്യനേനാ? എന്തായി നിന്റെ തീരുമാനം? ഞാൻ പറഞ്ഞത് നീ തമാശയായി കരുതി. അതിന്റെ ഫലമാണ് നീ ജയിലിൽ പോവാൻ തുടങ്ങിയത്. ഭാഗ്യം കൊണ്ട് മാത്രം നിനക്ക് ജാമ്യം കിട്ടി. ജ്യോതിമാ, പോലീസ് ഇനിയും വരും. നിന്നെ മാത്രമല്ല, നിന്റെ ഭർത്താവിനെയും കൊണ്ടുപോകും. നീയും നിന്റെ ഭർത്താവും ജയിലിൽ കിടക്കുമ്പോ പുറത്ത് നിസ്സഹായായി നോക്കി നിൽക്കുന്ന പത്മാവതി അമ്മയെയും കൊച്ചുമക്കളെയും മരുമക്കളെയും എല്ലാരെയും ഞാൻ കൊന്ന് തീർക്കും ജ്യോതിമാ. DK ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ്. ആ നിന്നെയും ഞാൻ കൊല്ലും. അപ്പോ അവന് ഭ്രാന്ത് പിടിക്കും. ആ സമയം അവനെ ഞാൻ കൊല്ലും ജ്യോതിമാ. ഇത്രയ്ക്കങ്ങ് കൊന്നു രസിക്കാൻ സാർ ആരാണാവോ? താനെന്താ കാലന്റെ കൈക്കാരനോ? ദേ, താനൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ദൈവം തീരുമാനിച്ചൊരു സമയമുണ്ട്. അത് തിരുത്താൻ താൻ വിചാരിച്ച നടക്കില്ല. കൊള്ളാം. നിനക്കേ നല്ല ധൈര്യമുണ്ട്. കേട്ടറിഞ്ഞതുപോലെയല്ല നീ. കുറച്ച് കട്ടിയല്ലേ? സാരമില്ല, അടുത്തൊരു ഡോസ് കൂടി കിട്ടിക്കഴിയുമ്പോ നിന്റെ ഈ അഭിപ്രായമൊക്കെ അങ്ങ് മാറും. DK വിട്ട്, അമരാവതി വിട്ട് നീ തനിയെ ഓടിപ്പോവും ജ്യോതിമാ. അത് തന്റെ സ്വപ്നം മാത്രം. ഓ, നിനക്കെന്റെ ഭർത്താവിനെ നല്ലതുപോലെ അറിയില്ല.
ദേ, ഇതുവരെ ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിത് പറഞ്ഞ പിന്നെ താൻ ഇവിടുന്ന് പറക്കും, പറക്കും. ആത്മവിശ്വാസം അത് നല്ലതാ. ഒരു കാര്യം ചെയ്യ, നീ ഇപ്പോഴേ നിന്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു നോക്ക്. അയാളുടെ മുമ്പിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേഷം ധരിച്ച് 2 പേരിയ്ക്കുന്നുണ്ടാവും. നിങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടൂർ പാക്കേജ് അഫോർഡബിൾ ആണോ അല്ലയോ എന്ന് ഞാനൊന്ന് പഠിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് ബഷീർ എന്നാ. ഞാൻ സുധീർ. സാർ, ഈ പാക്കേജ് വളരെ നല്ലതാണ് സാർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഇത്തരം പാക്കേജസ് ഒന്നും തന്നെ എടുക്കാറില്ല. ഇത് ഞാനൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ശരി. ജ്യോതിമ, അവരുടെ കയ്യിൽ ഞാൻ തോക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ജ്യോതിമ, കൊല്ലാനാ? ഡോ, തന്റെ ഭീഷണിപ്പെടുത്തുക? ഭീഷണിയല്ല, സത്യം. അതല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്ക്. അവസാനമായിട്ട് നിന്റെ ഭർത്താവിന്റെ ശബ്ദം കേൾക്കണ്ടേ നിനക്ക്? മുന്നിലിരിക്കുന്നവരെ എന്റെ ആളുകളാ. ഒരു മിനിറ്റ്. ഹലോ ജ്യോതി. ഹലോ ഏട്ടാ, ഏട്ടൻ്റെ അടുത്ത് ഇപ്പൊ ആരാ ഇരിക്കുന്നേ? എന്താ ഏട്ടാ, ഏട്ടന്റെ മുമ്പിൽ ഇപ്പൊ ആരാ ഇരിക്കുന്നേ? ഒരു ഏതോ മാർക്കറ്റിംഗ് കമ്പനിയുടെ ആളുകളാണോ? അതെ. അത് നീ എങ്ങനെ അറിഞ്ഞു? അർജുൻ വിളിച്ചോ? അതൊക്കെ ഞാൻ അറിഞ്ഞു. അതെങ്ങനെയാന്നാ ഞാൻ ചോദിച്ചത്. നിനക്കെന്താ ജ്ഞാനദൃഷ്ടി വല്ലതും ഉണ്ടോ? അത് ഏട്ടൻ വരുമ്പോ ഞാൻ നേരിട്ട് പറയാം. ശരി, എന്നാ ഞാൻ വയ്ക്കട്ടെ. ജ്യോതി, ശരി, എന്നാ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിളിക്കാം. വി ആർ ഇൻട്രസ്റ്റഡ് ടു ടൈ അപ്പ് വിത്ത് യുവർ കമ്പനി. ഒരുപാട് പേർക്ക് താല്പര്യം കാണും, പക്ഷേ അതെല്ലാം നടത്താൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്കും കൂടി വയബിളായ ഒരു പാക്കേജ് ആണെന്ന് നോക്കണ്ടേ? ആദ്യം ഞാനൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ശരി സാർ. സാർ, ഞങ്ങൾ പ്രതീക്ഷയോടെ പോകുന്നത്. ആവട്ടെ, എന്തിനും നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാമല്ലോ. ശരി, എന്നാ. താങ്ക് യു സാർ. അല്ല, മാർക്കറ്റിംഗ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് ആണ് എൻ്റെ മുമ്പിൽ ഇരുന്നതെന്ന് ജ്യോതി എങ്ങനെ അറിഞ്ഞു? ഹലോ ജ്യോതിമ. ഹലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒറ്റ പിടിക്ക് നിന്റെ ഭർത്താവിനെ തീർക്കാൻ പറയട്ടെ? വേണ്ട വേണ്ട, എന്റെ ഏട്ടനൊന്നും ചെയ്യരുത്. അയ്യോ, പേടിച്ചു പേടിച്ചു ജ്യോതിമ, പേടിച്ചു. പക്ഷേ ഇന്ന് പേടിക്കണ്ട, ഇന്ന് ഞാൻ കൊല്ലില്ല. ഇതേ ഒരു ട്രയലാ. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. 2-3 ദിവസം അതിനകം നീ അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതല്ലെങ്കിൽ അമരാവതിയുടെ മുറ്റത്ത് നിന്റെ DKയുടെ ചീതയൊരുക്കും ഞാൻ. ജ്യോതിമ, ആലോചിച്ച് എനിക്കൊരു മറുപടി താ.
ഞാൻ ഇനിയും വിളിക്കാം. ഓക്കെ, ബൈ ജ്യോതിമ. ഹലോ ഹലോ. എന്തായി? അവൾ ഇറങ്ങിപ്പോകാന്ന് സമ്മതിച്ചോ? അത്ര എളുപ്പമൊന്നും അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അല്ല, എന്തിനാ വെറുതെ വെച്ച് താമസിപ്പിക്കുന്നത്? തോക്കുമായിട്ട് DKയുടെ മുന്നിലിരിക്കുന്നവരോട് ഒറ്റ വെടിക്ക് അവനെ അങ്ങ് തീർത്തേക്കാൻ പറയാ. നോ 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 മൂർത്തി, അങ്ങനെ പകരം വീട്ടാനായിരുന്നെങ്കിൽ എനിക്കത് അവിടെ ഇരുന്നോണ്ടാവാമായിരുന്നു. അവനെ വേദനിപ്പിക്കണം. എനിക്ക് വേദനിച്ചതിനേക്കാൾ കൂടുതൽ വേദനിക്കണം. അങ്ങനെ കുറേശ്ശെയായി അവനെ എനിക്ക് തീർക്കണം മൂർത്തി. കളി നല്ലതുപോലെ അറിയാവുന്നവനവൻ. ആലോചിക്കാൻ പോലുമുള്ള സമയം അവന് കൊടുക്കരുത്. അവളും നിസ്സാരക്കാരിയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയുസ് കൂടുതൽ അവൾക്ക്. പലതവണ പല വിധത്തിൽ ഞാൻ DKയെ ഇല്ലാതാക്കാൻ നോക്കി. അതെല്ലാം തകർത്തത് അവളാണ്. മൂർത്തി, അപ്പുറത്ത് കളിക്കുന്നത് നല്ല കളിക്കാരനാണെങ്കിൽ കളിക്കാൻ നമുക്കൊരു ഹരം കൂടില്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവൾക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ അടുത്ത അടി അടിക്കണം. അതും DKയുടെ അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും മുകളിൽ ഇടിമിന്നൽ പോലെ വന്നു വീഴണം. അവൾക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയമായി മൂർത്തി. രണ്ടോ മൂന്നോ ദിവസം അതിനകം നീ അമരാവതിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതല്ലെങ്കിൽ അമരാവതിയുടെ മുറ്റത്ത് നിന്റെ DKയുടെ ചീതയൊരുക്കും ഞാൻ. ഹലോ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? കോപപ്പെടാതെ ജ്യോതിമ. നിന്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നിന്റെ അച്ഛന്റെ കാര്യം. അച്ഛൻ എന്താ പറ്റിയേ? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ജ്യോതിമ. പക്ഷെ ഇപ്പൊ നീ ഒന്ന് വിളിച്ചു നോക്ക്. നിന്റെ അച്ഛന്റെ അടുത്ത് ആയുധങ്ങളുമായി എന്റെ 2 പേരുണ്ട്. ചോദിച്ചാ നിന്റെ അച്ഛൻ അവര് കൃഷി ഓഫീസിൽ നിന്ന് വന്നവരെന്നേ പറയൂ. പക്ഷേ ഞാൻ അവരെ നിന്റെ അച്ഛനെ കൊല്ലാൻ വിട്ടതാണ് ജ്യോതിമ. വേണ്ട, എന്റെ അച്ഛനൊന്നും ചെയ്യരുത്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് നീ ഒന്ന് അന്വേഷിച്ച് നോക്ക് ജ്യോതിമ. വിളിക്ക് ജ്യോതിമ, അച്ഛനെ വിളിക്ക്. ഒരു മിനിറ്റ്. ഓക്കെ. മോളെ, അച്ഛാ, അച്ഛനിപ്പോ എവിടെയുള്ളേ? എന്താ മോളെ? ഞാൻ വീട്ടിലുണ്ട്. അച്ഛന്റെ കൂടെ ആരാ ഉള്ളത്? മോളെന്താ ചോദിച്ചത്? കൂടെ ഉള്ളതോ? അത് കൃഷി ഓഫീസിൽ നിന്ന് വന്നവരാ.
ഈ തെങ്ങിന്റെ മണ്ടചീലിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നതാ. അച്ഛാ, അവര് വേഗം പറഞ്ഞു വിടാൻ നോക്കേ. എന്താ നമ്മുടെ പ്രശ്നം? അച്ഛൻ ഇപ്പൊ അതൊന്നും അറിയണ്ട, എന്നോടൊന്നും ചോദിക്കുകയും വേണ്ട. എത്രയും വേഗം അവരെവിടെ നിറക്കി വിട്. ആ കൃഷി ഓഫീസറുമായിട്ട് ഒരു സഹായം നമുക്ക് വേണ്ട. അച്ഛൻ ഒന്ന് എന്തെങ്കിലും പറഞ്ഞു വിട്. ജ്യോതിമാ, ഇപ്പൊ എങ്ങനെയുണ്ട് ജ്യോതിമാ? അവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി, അവര് നിന്റെ അച്ഛനെ കൊല്ലും.